വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ ചീസ് ബണ്ണാണ്. അപ്പം ഈ ഒരു ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് മാവിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷമാണ് മാവ് കുഴച്ചെടുക്കുന്നത്. 2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കോഴിമുട്ടയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഉപ്പുപൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു രീതിയിലല്ലാതെ ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടി ഒഴിച്ച് പൊങ്ങാൻ വെച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലും കോഴിമുട്ടയും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചിലവർ പറയുന്നതൊക്കെ അത് പൊങ്ങി വരുന്നില്ല എന്ന്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, പുതിയ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറേ ദിവസം മുന്നേ ഉള്ളതൊക്കെ കൊണ്ടുവച്ചിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് നല്ലപോലെ പൊങ്ങി കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുതിയ തന്നെ ഈസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതാ 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 കപ്പ് മൈദമാവാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദമാവിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം കൈവച്ചിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുത്തത്. നിങ്ങൾ സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവരാണെങ്കിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് എയറൊന്നും കടക്കാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കീമയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, 1 ടീസ്പൂണ്. ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഇതൊന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഓയിൽ ചൂടായി വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് അതൊന്ന് കുക്കായി കിട്ടട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ വലിയ ക്യാപ്സിക്കാണ് എടുത്തത്, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോളയും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം അത് പെട്ടെന്ന് തന്നെ വഴന്നു വന്നോളൂ കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിസ്സ സോസ് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഒറിഗാനോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്സ സോസും ഒറിഗാനോ ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക.
ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൊങ്ങാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു മാവ് ഉണ്ടല്ലോ അത് നോക്കാം. ഇതാ അതിട്ട് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിനെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഇതാ കണ്ടില്ലേ, നമുക്ക് നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് എപ്പോഴും പുതിയത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഡോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഈസ്റ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ചൂട് കൂടി പോകാനും പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ബോൾസ് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബോൾസ് റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേ റെഡിയാക്കി വെക്കുക കേട്ടോ. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഓരോരോ ബോൾസ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ബോൾസ് റെഡിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റോ ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിൽ നമ്മൾ ഒരു ഹോൾസ് പോലെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതാ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം എടുത്തപ്പം കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ഓരോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് റെഡിയാക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചീസ് എന്തായാലും വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് ആദ്യം തന്നെ ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലല്ലാതെ ഇപ്പം ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫില്ലിങ് നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം ചീസ് വെച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചീസ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞു വരുന്നത് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ചാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിനൊരു സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു എഗ്ഗിന് പകരം നിങ്ങൾക്ക് പാല് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 25 മിനിറ്റ് ആണ് കേട്ടോ എനിക്ക് ബേക്കിംഗ് ടൈം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ ഇതാ നല്ലോണം തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ എഗ് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ വെള്ള എള്ളുണ്ടെങ്കിൽ അത് കുറച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഓവനില്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കൂലേ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട്, ആ ഒരു രീതിയിൽ ഇതും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഓവനില്ലാത്തവർ ആ രീതിയിൽ ചെയ്തു നോക്കുക. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റമദാനൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിലുമായിട്ട് കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.